വനവാസി പോരാളി കുറിച്യപ്പടത്തലവൻ തലക്കൽ ചന്തു വീരമൃത്യു വരിച്ചിട്ട് 219 വർഷം. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വയനാട്ടിലെ കുറിച്യപ്പടയുടെ തലവനാണ് തലക്കൽ ചന്തു എന്നറിയപ്പെടുന്ന തലക്കൽ ചന്തു. വീര കേരളവർമ്മ പഴശ്ശിരാജയുടെ വനവാസി സൈന്യത്തിന്റെ തലവനായിരുന്നു പറങ്കിപ്പടയുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയ തലക്കൽ ചന്തു. അസാമാന്യ ധൈര്യവും നിശ്ചയദാർഢ്യവുമായി യുവത്വത്തിന്റെ വയനാടൻ ധീരയോദ്ധാവ് തലക്കൽ ചന്തു വീരമൃത്യു വരിച്ചിട്ട് ഇന്നേക്ക് 219 വർഷം. 1.5 പതിറ്റാണ്ടിലധികം വിശ്രമമില്ലാതെ പൊരുതിയ ധീര നേതാവായിരുന്നു തലക്കൽ ചന്തു. വനവാസികളെ എത്തരത്തിൽ യുദ്ധസന്നദ്ധരാക്കാം എന്നതിൻ്റെ സംഘടനാ പാഠവുമാണ് തലക്കൽ ചന്തുവിൻ്റെ ജീവിതം. ആധുനിക ആയുധങ്ങളുമായി പടവെട്ടാനെത്തിയ പറങ്കിപ്പടയെ ചെറുത്തു തോൽപ്പിക്കാൻ വയനാടൻ കാടുകളിലെ ജീവിതാനുഭവത്തിനും പരമ്പരാഗത ആയുധങ്ങൾക്കും കഴിയുമെന്ന് ഈ ധീര പോരാളി തെളിയിച്ചു. മാനന്തവാടിക്കടുത്ത് കുത്തോമിലെ തൊണ്ടർനാട് അംശത്തിൽ കാർക്കോട്ടിൽ കുറിച്ച തറവാട്ടിലെ അംഗമായിരുന്നു ചന്തു. 1805 നവംബർ 15 വയനാട് ജില്ലയിലെ പനമരം പഞ്ചായത്തിൽ പനമരത്തുകോട്ടയിലെ കോളിമരച്ചുവട്ടിൽ വെച്ച് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ കഴുത്തെറുത്ത് കൊല്ലുകയായിരുന്നു. വയനാടൻ കാടുകളിൽ അധിനിവേശ വിരുദ്ധ പോരാട്ടം നടത്തിയ ചരിത്രപുരുഷനായിരുന്നു തലക്കൽ ചന്തു. സ്വാതന്ത്ര്യ സമര ഓർമ്മകൾ ഒലിമങ്ങാതെ നിൽക്കുന്നിടത്തോളം കാലം ഈ ധീരദേശാഭിമാനിയുടെ സ്മരണയും തലയ്ക്ക് മുകളിൽ ഉയർന്നു തന്നെ നിൽക്കും. ന്യൂസ് ഡെസ്ക് ജനം.